എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ഹഞ്ജുവിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലിയോങ് ആണെങ്കിൽ തൊട്ട് മുന്നേ കൊടുത്തിട്ട് പോയ ആ സ്നെയിൽ ബെറീസ് എന്ന് പറയുന്ന സംഭവമില്ലേ, അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾക്കൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും. അതിനകത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹഞ്ജുവും അതേപോലെ തന്നെ ലിയോങ്ങും ഇരിക്കുമായിരുന്നു. ഹഞ്ജു ഇപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെ ലിയോങ് വന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ, നിനക്ക് എന്താ പ്രശ്നമായിരുന്നു? അപ്പോൾ നമ്മുടെ ഹഞ്ജു പറയും, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിന് സുഖമില്ല, എനിക്കവനെ കാണാൻ പോകണമെന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ഈ ഗ്രാനി ആണെങ്കിൽ എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല. ഇത് കേൾക്കുന്നേ നമ്മളുടെ ലിയോങ് പറയാൻ തുടങ്ങും, അവർക്ക് അല്ലെങ്കിലും ഭയങ്കര സുഖേടാ, അവരെന്തോ നിൻ്റെ അടുത്ത് പറഞ്ഞേ. അപ്പോൾ ഹഞ്ജു പറയും, ഞാൻ മൗണ്ടൈൻ ഗോഡ് ആവാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, മൗണ്ടൈൻ ഗോഡ് ആവാതെ എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല എന്നാ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ലിയോങ്ങിന് ഭയങ്കര ദേഷ്യം വരും. അവൻ പറയും, നീ സങ്കടപ്പെടണ്ട, ഞാൻ ദാ വരുന്നെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ ഹഞ്ജുവിനാണെങ്കിൽ അവൻ കാട്ടിപ്പോയി ഈ സ്നെയിൽ ബെറീസ് എന്ന് പറയുന്ന ഈ ഫ്രൂട്ട് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് പറയും, ഇത് നീ കഴിച്ചു നോക്ക്, കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ സങ്കടം മാറുമെന്ന്. ഇത് കാണുന്നേ നമ്മളുടെ ഹഞ്ജു വിചാരിക്കും, എന്നാലും ഇത് കഴിച്ചാൽ എങ്ങനെ സങ്കടം മാറുന്നേ. അപ്പോൾ നമ്മുടെ ലിയോങ് പറയും, ഇത് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നീ നിന്റെ കൺപീലി ഒരെണ്ണം പിച്ചി കളയണം, എന്നിട്ട് നീ എടുത്ത് കഴിക്കണം, അപ്പം നിന്റെ സങ്കടം എല്ലാം മാറും. നമ്മുടെ ഹഞ്ജു അതേപോലെ ചെയ്യും. എന്നാൽ ഇപ്പോഴില്ലേ ഈ പ്രസന്റ് ടൈമിൽ നമ്മുടെ ഹഞ്ജു ഇതൊക്കെ കാണുന്നേ ഇതെല്ലാം ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് അവൾ പണ്ട് നമ്മുടെ ലിയോ എങ്ങനെയാണോ ഇവളുടെ അടുത്ത് ആ ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ ഹഞ്ജു ഇപ്പോഴും അതിന് വേണ്ടി ട്രൈ ചെയ്യും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഹഞ്ജുവിൻ്റെ അസിസ്റ്റന്റ് വരും. എന്നിട്ട് പറയും, ഞാനാണെങ്കിൽ ഈ കാലത്തിൽ താമസിക്കുന്ന നമ്മുടെ ലിയോങ് ഇല്ലേ, അവൻ എവിടെ നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ചു, നമുക്ക് അവിടേക്ക് തന്നെ പോവാമെന്ന്. അങ്ങനെ നമ്മുടെ ഹഞ്ജുവും അവളുടെ അസിസ്റ്റന്റും കൂടി ഈ ലിയോങ്ങിനെ കാണാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി പോകാനായിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവിനെയാണ്. അവളും അവളുടെ അച്ഛനും അതേപോലെ തന്നെ അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരോട് ചേർന്നിട്ട് ഈ ഗോൾഡ് മൈൻസ് ഒക്കെ കണ്ടുപിടിക്കുന്ന സ്ഥലമില്ലേ, അതേപോലത്തെ പുതിയൊരു സ്ഥലം ഓപ്പൺ ചെയ്തായിരുന്നു. അങ്ങനെ ഇവളുടെ അച്ഛൻ പറയും, നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് യൂനുവിനെ പിടിച്ചെടുത്തി എല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനുവിന് ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. എന്നാൽ ഇവളുടെ അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവളിതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ നേരത്തെ ഒരു പോലീസ് ഓഫീസർ വരും. ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവിനെ ആദ്യമേ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തില്ലേ, ഇതേ പോലീസ് ഓഫീസർ തന്നെ. ഇയാൾ വന്നിട്ട് നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയും, ഞങ്ങളിവിടെ വന്നിരിക്കുന്നതിന് ഒരാളെ അന്വേഷിച്ചാണ്, അയാൾക്കാണെങ്കിൽ ഒരു ഊശാന്താടിയുണ്ട്, പോരാത്തന്നെ അയാൾ ഒരുമാതിരി കൂടെ കമത്തി വെച്ച പോലെ ഒരു തൊപ്പിയും വെച്ചിട്ടാണ് നടക്കുന്നത്. അയാൾ എപ്പോഴും ക്യാരറ്റും കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ എവിടേക്കാണോ ഗോൾഡ് മൈൻസ് ഓപ്പൺ ആക്കുന്നത് അവിടെ എല്ലാം ഇയാളെ കാണും. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾ എന്തോ ഒരു ലക്കി ആയിട്ടുള്ള ആളാണ്, ഇയാളുള്ളിടത്തെല്ലാം ഗോൾഡ് മൈൻസ് ഉണ്ട് എന്നൊക്കെ. അപ്പം ഞങ്ങൾ അയാളെ തേടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആരും അങ്ങോട്ട് വിശ്വസിക്കാൻ റെഡി ആവത്തില്ല. അവരും പറയും, പിന്നെ അങ്ങനത്തെ ആളൊക്കെ ഇന്നത്തെ കാലത്ത് എക്സിസ്റ്റ് ചെയ്യുമല്ലേ, ഞങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് തൊട്ട് പുറവേ തന്നെ ഇങ്ങനെ ഒരാളിനെ കാണും. ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് ഓഫീസർ ഇപ്പോൾ എന്തൊക്കെ അടയാളം പറഞ്ഞോ ആ അടയാളം എല്ലാം ഉള്ള ഒരാളായിരുന്നു. പെട്ടെന്ന് തന്നെ അയാളെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീറാങ്ങില്ലേ, അവരാണെങ്കിൽ നമ്മളുടെ ഈ വാവേനെയും കൊണ്ട് കറങ്ങാൻ വരുന്നതാണ്. അപ്പോഴെന്തുവാ അവിടെയായിട്ട് ഈ പന്തയം വെക്കത്തില്ലേ, അതേപോലത്തെ ഒരു ഗെയിം നടക്കുമായിരുന്നു. നമ്മുടെ ലീറാങ് വന്നിട്ട് ഈ കുഞ്ഞുമായിട്ടിരുന്ന് കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആദ്യമേ തന്നെ നമ്മുടെ ലീറാങ് ചൂസ് ചെയ്യുന്ന റോങ് ആയിട്ടുള്ള ഒരു ബോട്ടിലായിരുന്നു. എന്നാൽ ഈ കുഞ്ഞാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യും. പെട്ടെന്ന് നമ്മുടെ ലീറാങ്ങിന് മനസ്സിലാവും ഇവള് കാണിക്കുന്നത് യഥാർത്ഥ ആ സംഭവിക്കുന്ന സാധനം തന്നെയാണ് എന്ന്. അങ്ങനെ നമ്മുടെ ലീറാങ് ആണെങ്കിൽ അവിടെ ഉള്ള ഗെയിം എല്ലാം കളിച്ച് അവിടുത്തെ പണം എല്ലാം ജയിച്ചുകൊണ്ട് വരും. സത്യം പറഞ്ഞാൽ ലീറാങ്ങിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും നേരം വരെ നമ്മുടെ ലീറാങ്ങിന് കുഞ്ഞിനെ ഇഷ്ടമല്ലായിരുന്നല്ലോ. അങ്ങനെ ഇവനാണെങ്കിൽ ഈ കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് നമ്മുടെ ലിയോങ്ങിൻ്റെയൊക്കെ അടുത്തേക്ക് വരും. എന്നിട്ട് ഇവനാണെങ്കിൽ ആ കുഞ്ഞു അവനെ ഭയങ്കരമായിട്ട് കളിപ്പിക്കാൻ തുടങ്ങും. പെട്ടെന്ന് ഇതൊക്കെ കാണുന്നത് നമ്മുടെ ലിയോങ് ഭയങ്കര ഷോക്കായപ്പോൾ അവൻ ചോദിക്കും, നിനക്ക് എന്ത് പറ്റി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ എന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ലീറാങ്ങിൻ്റെ പോക്കറ്റ് തപ്പി നോക്കും. അപ്പോൾ അതിനകത്ത് നിറച്ചും പണമായിരുന്നു. അപ്പോൾ നമ്മുടെ ലിയോങ് ചോദിക്കും, നിനക്ക് ഇത്രയും പണമൊക്കെ ഇത് എവിടുന്നാണ് കിട്ടിയത്, നീ ഇതൊക്കെ വെച്ചിട്ട് എന്തുവാ ചെയ്തത്, ഈ കുഞ്ഞിനെ നീ എന്തുവാ ചെയ്തേ? അപ്പോൾ നമ്മുടെ ലീറാങ് ആണെങ്കിൽ നടന്ന കാര്യമെല്ലാം പറയും. ലീറാങ് പറയും, ഈ കുഞ്ഞ് ലക്കിയുടെ തന്നെ എന്തോ ഒന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ആ ഗെയിം മൊത്തം ജയിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഉണ്ടല്ലോ, അവിടെ നമ്മുടെ ഷിഞ്ചുവും അതേപോലെ തന്നെ ലീറാങ്ങും കൂടി ഇരുന്ന് ഈ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ തുണി എഴുകുമായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ഷിഞ്ചു ചോദിക്കും, നമുക്കിതിനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അത് ഇതെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ലല്ലോ, ഇതിനൊരു പേരിടണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കുറേ ആമ്പിള്ളേരെ പേരൊക്കെ കണ്ടുപിടിക്കും. അവസാനം ഇവർ ഫിക്സ് ചെയ്യുന്ന പേരെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂമിഹോയുടെ ഗൂ മാറ്റിയിട്ട് മീഹോ എന്ന. അവസാനം ഇവരെല്ലാവരും ഈ കുഞ്ഞിനെ മീഹോ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു പോലീസുകാരൻ വന്നിട്ട് ഒരാളെ പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞില്ലായിരുന്നു, ക്യാരറ്റ് തിന്നുന്ന ഒരാളിനെ. അയാളെ പിടിച്ചെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇയാളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇയാൾ ഒന്നും മിണ്ടത്തില്ല, ഇങ്ങനെ ക്യാരറ്റ് തിന്നുകൊണ്ടേ ഇരിക്കും. അവസാനം അവിടെ നിൽക്കുന്ന പോലീസ് ഓഫീസേഴ്സിനൊക്കെ ഭയങ്കര ദേഷ്യം വരും. അവരാണെങ്കിൽ ഇയാളുടെ അടുത്ത് കെഞ്ചി ചോദിക്കും, കഷ്ടമുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞതാ ഈ ഗോൾഡൊക്കെ എവിടെയാ ഇരിക്കുന്നതെന്ന്, അല്ല നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും മതി, ഞങ്ങളത് ചെയ്തു തരാമെന്ന് പറയും. അവസാനം ഇയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നാ. അങ്ങനെ നമ്മുടെ ഈ
പോലീസുകാരൊക്കെ ഈ കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങാനായിട്ട് തുടങ്ങും. എന്നിട്ട് ഈ കുഞ്ഞിന്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു വയ്ക്കും. അതായത് നെറ്റിയിലായിട്ട് 7 ഡോട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഈ കുഞ്ഞ് ഭയങ്കര ക്യൂട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ എല്ലായിടവും സെർച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് നോട്ടീസിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ കണ്ടുപിടിച്ച് തരുന്നവർക്ക് 1 മില്യൺ രൂപ കയ്യിൽ തരുമെന്ന. അങ്ങനെ എല്ലാവരും ഈ കുഞ്ഞിനെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹഞ്ജുവിനെയാണ്. അവളാണെങ്കിൽ നമ്മുടെ ഈ ഏരിയയിൽ താമസിക്കുന്ന ലിയോങ്ങിനെ തപ്പി ഇറങ്ങിയതല്ലേ. അങ്ങനെ അവൾ ട്രെയിൻ ട്രാവലൊക്കെ ചെയ്തിട്ട് നമ്മുടെ ലിയോങ് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് വന്ന് നോക്കുമ്പോൾ എന്തുവാ ഇപ്പോൾ ലവ് ഫെയിലിയർ ആയിട്ട് കിടക്കുന്ന ലിയോങ് ആണെങ്കിൽ കുടിച്ച് ബോധം കെട്ടി കിടക്കുക. ഇത് കാണുന്നേ നമ്മുടെ ഹഞ്ജുവിന് മനസ്സിലാവും. അതായത് സത്യം പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇപ്പോൾ 2 ലിയോങ് ഉണ്ട് എന്ന്. അങ്ങനെ അവൾ ഈ സത്യം മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മിയോങ്ങിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ കല്ലറയില്ലേ അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് അവൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇരുന്ന് ആലോചിക്കും. അതായത് സത്യം പറഞ്ഞാൽ നമ്മുടെ മിയോങ്ങിന് ഇങ്ങനെ മൗണ്ടൻ ഗോഡ് ആവുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അവനിങ്ങനെ അടി കൂടുന്നതെന്ന് ഇഷ്ടമല്ല. അങ്ങനെ അവനാണെങ്കിൽ അവിടെ നിന്ന് ഓടി വരുന്നത് അവൻ്റെ ചേട്ടൻ അവനെ എടുത്തുകൊണ്ട് നടക്കും. എന്നിട്ട് പറയും, നീ ആണെങ്കിൽ മൗണ്ടൻ ഗോഡ് ആവണമെന്ന് തന്നെയല്ലേ ഗ്രാനി ആഗ്രഹിക്കുന്നത്. ഗ്രാനി അങ്ങനെ എല്ലാവരെയൊന്നും ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നീ നല്ലൊരു മൗണ്ടൻ ഗോഡ് ആവുമെന്ന് ഗ്രാനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നീ നല്ലൊരു മൗണ്ടൻ ഗോഡ് ആവണമെന്നൊക്കെ അവൻ്റെ ചേട്ടൻ പറയും. പോരാത്തിന് നമ്മളുടെ മിയോങ് ഇല്ലേ ഇപ്പോൾ പ്രസൻറ്റ് ടൈമിലാണെങ്കിൽ ഒരു പെണ്ണിനെ ഇങ്ങനെ സൂമ്പിനെ പോലെ ആക്കിയില്ലായിരുന്നോ. അവളും അവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നുണ്ട്. എന്തുവാ ഇവൻ്റെ പ്ലാൻ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലിയോങ്ങും ലീറാങ്ങും അതേപോലെ തന്നെ ഷിഞ്ചുവും കൂടെ ഈ വാവേനെ ഒരു ട്രോളിക്കകത്ത് വെച്ച് ഇങ്ങനെ റോഡിൽ കൂടി ഉരുട്ടിക്കൊണ്ട് നടക്കുന്നതാണ്. അങ്ങനെ അവർ പൊക്കോണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് അവർ ശ്രദ്ധിക്കും. അതായത് റോഡിലായിട്ടൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഒട്ടിച്ച് വെച്ചേക്കുമല്ലേ, ഈ കുഞ്ഞിനെ കാണാനില്ല, കണ്ടു കിട്ടുന്നവർ കൊണ്ട് തരണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ നേരത്ത് കറക്റ്റായിട്ട് പോലീസുകാർ വന്ന് ഇവരുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഇറങ്ങും. അപ്പം തന്നെ പെട്ടെന്ന് നമ്മുടെ ഷിഞ്ചു ഇല്ലേ അവനാണെങ്കിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഓടാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് ഇവർ 3 പേരും കൂടി പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ലീറാങ്ങാണെങ്കിൽ ആ ട്രോളി എടുത്തുകൊണ്ട് ഓടും. എന്നാൽ കുഞ്ഞാണെങ്കിൽ നമ്മുടെ ലിയോങ്ങിൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. അവനും ഈ കുഞ്ഞിനെ കൊണ്ട് ഓടാൻ തുടങ്ങും. അവസാനം പോലീസുകാരൊക്കെ ഇവൻ്റെ പുറകെ വരുന്നു എന്ന് അറിഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ ലിയോങ്ങില്ലേ അവനാണെങ്കിൽ ഈ കുഞ്ഞിനെ ഒരു ബാസ്ക്കറ്റിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ടാണെങ്കിൽ ഇവരുടെ കൂടെ അടി കൂടാൻ തുടങ്ങും. ലിയോങ് അവരുടെ ചോദിക്കും, കുഞ്ഞ് എൻ്റെ കയ്യിലിരിക്കുന്ന കണ്ടില്ലേ, എന്നിട്ടാണോ നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ എല്ലാം അടിച്ച് ശരിയാക്കും. ഈ സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞാണെങ്കിൽ അവിടെ ഒരു ബാസ്ക്കറ്റ് ഇരിക്കുമല്ലായിരുന്നോ. അപ്പോൾ പെട്ടെന്നാണെങ്കിൽ അവിടെ വരുന്ന ഒരു അപ്പൂപ്പനാണെങ്കിൽ അവിടെ ഇരുന്ന് ആ ബാസ്ക്കറ്റ് എല്ലാം ഒരു വണ്ടിക്കകത്ത് എടുത്ത് വയ്ക്കും. സത്യം പറഞ്ഞാൽ ആ ബാസ്ക്കറ്റിനകത്തെല്ലാം തുണികളുണ്ടായിരുന്നു. ഇയാൾ തുണിയാണെന്ന് പറഞ്ഞിട്ട് ഈ ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നത്. അവസാനം അടികൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലിയോങ് വന്ന് ഈ കുഞ്ഞിനെ നോക്കുന്നതും അവിടെ ആ ബാസ്ക്കറ്റും കാണത്തില്ല, കുഞ്ഞിനെയും കാണത്തില്ല. ഇവൻ ഭയങ്കര ടെൻഷനാവും. അതേപോലെ തന്നെ നമ്മുടെ ഷിഞ്ചു ഇല്ല അവനുമൊക്കെ ഇഷ്ടം പോലെ അടികൂടി അവൻ്റെ ഡ്രസ്സെല്ലാം കീറിപ്പോയായിരുന്നു. അവസാനം അവനാണെങ്കിൽ നമ്മളുടെ ആ സ്നെയിൽ ബ്രേഡിൻ്റെ ആ കടയില്ലേ, അതായത് ആ തുണിക്കട, അവിടേക്ക് കയറി വരും. അവിടെയായിട്ട് നമ്മുടെ ലീറാങ്ങിൻ്റെ ആ പെണ്ണില്ലേ അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് നമ്മുടെ ഷിഞ്ചു പറയും, ഞാൻ ലിയോങ്ങിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, എനിക്ക് 2 ഡ്രസ്സ് വാങ്ങിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കയറിയെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അകത്തിരുന്ന ഒരു പുള്ളിയുള്ള ഒരു ഡ്രസ്സ് അങ്ങ് വാങ്ങിക്കും. പൈസയും കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മളുടെ യൂനുവില്ലേ അവളും അകത്തേക്ക് കയറി വരും. എന്നിട്ട് നമ്മളുടെ ഈ പെങ്കുച്ചിനടുത്ത് ചോദിക്കും, ഞാനിവിടെ ആണെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു പൂക്കളുള്ളൊരു ഷർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് വേണോ എന്ന്. അപ്പോൾ ഇവള് പറയും, ആ ഷർട്ട് ഇപ്പം വന്നിട്ട് ഒരാൾ വാങ്ങിക്കൊണ്ട് പോയതേ ഉള്ളൂ എന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ യൂനു ഭയങ്കര ടെൻഷനാകും. അവൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നോക്കുന്നതും കറക്റ്റായിട്ട് നമ്മുടെ ഷിഞ്ചുവിനെ കാണും. അവരാണെങ്കിൽ ഈ പുള്ളി ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. യൂനു വന്നിട്ട് ചോദിക്കും, ഈ ഷർട്ട് ഞാൻ പറഞ്ഞു വെച്ചിരുന്ന ഷർട്ടാ, നിങ്ങൾ എന്തിനാണ് വാങ്ങിച്ചിട്ട് പോയത്, എനിക്ക് ഈ ഷർട്ട് വേണോ എന്ന്. പെട്ടെന്ന് നമ്മുടെ ഷിഞ്ചു ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ എന്നിട്ട് പറയും, ഈ ഷർട്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ, അപ്പോൾ പിന്നെ ഈ ഷർട്ട് എനിക്ക് സ്വന്തമായിട്ടുള്ളതാണ്, ഞാനിത് ആർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവൻ്റെ സംസാരം കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനുവിന് ഓർമ്മ വരും. അതായത് ഇവള് പറയാൻ തുടങ്ങും, എനിക്ക് നിങ്ങളുടെ സൗണ്ട് നല്ല പരിചയമുണ്ടല്ലോ, ഞാൻ നിങ്ങളെ മുന്നേ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും, അതായത് അന്ന് ഈ ഗോൾഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് ഇവൻ തന്നെ ആയിരുന്നു എന്ന്. അങ്ങനെ അവൾ ഇതിനെപ്പറ്റി ചോദിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിയോങ് ഇല്ലേ അവനാണെങ്കിൽ ഈ കുഞ്ഞു അവനെ അവിടെ എല്ലാം തെരഞ്ഞു നോക്കും. എന്നാലും അവനെ കാണത്തില്ല. പെട്ടെന്ന് അവൻ ഭയങ്കര ടെൻഷനാവും. അവന് മനസ്സിലാവത്തില്ല എന്ത് ചെയ്യണോ എന്ന്. അവസാനം ഇവനാണെങ്കിൽ ഇവൻ്റെ വീട്ടിലോട്ട് തന്നെ നടന്നു വരുന്നതും കറക്റ്റായിട്ട് അവിടെ ആ ബാസ്ക്കറ്റിൽ ഈ കുഞ്ഞാവ് ഇരിക്കുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ലിയോങ് വന്നിട്ട് ഇതിനെ എടുക്കും. ഇവന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായിരുന്നാലും കുഞ്ഞാവേനെ ഇപ്പം തിരിച്ചു കിട്ടിയല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയോങ് ആണെങ്കിൽ ഇതിനെ നല്ലതുപോലെ ശുശ്രൂഷിക്കുന്ന. ഈ കുഞ്ഞാണെങ്കിൽ ഉറങ്ങാതെ കിടക്കുമായിരുന്നു. എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ നല്ലതുപോലെ പനി പിടിച്ചായിരുന്നു. നമ്മുടെ ലിയോങ് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് അതിനെ നല്ലതുപോലെ ശുശ്രൂഷിക്കും. ഇവനിങ്ങനെ ഈ കുഞ്ഞിനെ ഇത്ര കാര്യമായിട്ട് നോക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മുടെ ലീറാങ്ങ് ഭയങ്കരമായിട്ട് അതിശയിക്കും. എന്നിട്ട് അവൻ ചോദിക്കും, ഈ കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ തന്നെ ആയിരുന്നോ കുഞ്ഞിലെ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ലിയോങ് പറയും, പിന്നില്ലാതെ നീ ഇപ്പോഴും എനിക്കൊരു കുഞ്ഞിനെ പോലെ തന്നെ, ഞാൻ നിന്നെ അതേപോലെ തന്നെയല്ലേ സംരക്ഷിക്കുന്നേ.
സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്നത് നമ്മുടെ ലീറാങ്ങിനെ ആണെങ്കിൽ ഭയങ്കര അതിശയം തോന്നും. അവന് മനസ്സിലാവും ലിയോങ് ആണെങ്കിൽ അവൻ എന്ത് കാര്യമായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ലിയോങ് പറയും, എൻ്റെ അടുത്ത് അച്ഛൻ എന്നാണോ നിന്നെപ്പറ്റി പറഞ്ഞ് അതിനുശേഷം ഞാൻ നിന്നെ നോക്കാൻ തുടങ്ങിയത്, ഇപ്പോഴും ഞാൻ നിന്നെ തന്നെയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ നമ്മുടെ ലിയോങ്ങിനാണെങ്കിൽ ഇപ്പോൾ ഈ കുഞ്ഞു അവനെ ഭയങ്കര ഇഷ്ടമാണ്. അവനാണ് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ ആയിട്ടിരിക്കുന്നത്. അവനാണെങ്കിൽ അതിന് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കും. അവൻ അവിടെയെല്ലാം ഭയങ്കര ക്ലീൻ ആക്കി വെക്കും. അവിടെയുള്ള സെർവൻസ് ഇല്ലേ, അവരുടെ എല്ലായിടത്തും പറയും ഇവിടെയും ഒറ്റ പൊടി പോലും കണ്ടുപോകരുതെന്ന്. ദൂരെ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന അവിടുത്തെ ഒരു സ്റ്റാഫിനെ പോലും നമ്മുടെ ലിയോങ് വെറുതെ വിടത്തില്ല. അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും, മര്യാദയ്ക്ക് ഇനി സിഗരറ്റ് ഇവിടെ വലിച്ചു പോകരുത്, ഈ കുഞ്ഞിന് അത് നല്ലതല്ല, ഇനി നീ ഇവിടെ വരാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലിയോങ് ഭയങ്കര ഇത് കാണിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ ലിയോങ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഈ കൊച്ചിനെ കിട്ടിയതിൻ്റെ പേരിൽ. അവിടെയാണെങ്കിൽ നമ്മുടെ ഷിഞ്ചുവും ലീറാങ്ങും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരോട് ചേർന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ഈ ബബിൾസ് ഇല്ലേ അതൊക്കെ പറത്തി ഭയങ്കര കാര്യമായിട്ട് അതിനെ നോക്കും. നല്ല ക്ലൈമറ്റും ഉണ്ടായിരുന്നു, പൂക്കളൊക്കെ നല്ലതുപോലെ പൊഴിഞ്ഞു വീഴാനൊക്കെ തുടങ്ങും. അങ്ങനെ ഇവർ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നതും കറക്റ്റായിട്ട് അവിടേക്ക് പോലീസുകാർ വരും. എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ അറിഞ്ഞായിരുന്നു ഈ കുഞ്ഞ് ഇവരുടെ കൂടെ തന്നെയാണ് ഉള്ളത് എന്ന്. അങ്ങനെ ഇവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് അടി കൂടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ പോലീസുകാർക്ക് ഇൻഫർമേഷൻ കൊടുത്ത് തന്നെ നമ്മുടെ ഈ ഹഞ്ജുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു പെങ്കൊച്ചില്ലേ അവൾ തന്നെയായിരുന്നു. നമ്മുടെ ലിയോങ്ങും ലീറാങ്ങും ഷിഞ്ചും ഒക്കെ ചേർന്നിട്ട് ഈ പോലീസുകാരാണെന്ന് നോക്കാതെ തന്നെ നല്ലതുപോലെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. അടിച്ചടിച്ച് അവസാനം ഇവരെ എല്ലാവരും ഒരിടത്ത് പിടിച്ചെടുത്തും. എന്നിട്ട് നമ്മുടെ ലിയോങ്ങും ലീറാങ്ങും കൂടി ചേർന്നിട്ട് ഇവരുടെ മൈൻഡ് നല്ലതുപോലെ റിഫ്രഷ് ചെയ്യും. എന്നിട്ട് പറയും, നിങ്ങളിവിടെ വന്നിട്ടുമില്ല, നിങ്ങൾ ഈ കുഞ്ഞിനെ കണ്ടിട്ടോ ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീറാങ് ഇല്ലേ ഈ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് കളിക്കുന്നേ, അതായത് ഒരു കയ്യിൽ കോയിൻ വെച്ചിട്ട് മറ്റേ കയ്യിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ കുഞ്ഞാണെങ്കിൽ കറക്റ്റായിട്ട് ആ കോയിനൊക്കെ കണ്ടുപിടിക്കും. ഇത് കാണുന്ന നമ്മുടെ ലിയോങ്ങിന് മനസ്സിലാവും, അതായത് ഈ കുഞ്ഞ് ഭയങ്കര സ്പെഷ്യലാണ്, അതുകൊണ്ടാണ് ഇതിനെ തേടി ഇത്ര ആൾക്കാർ ഇങ്ങനെ പുറകെ നടക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ലിയോങ് വിചാരിക്കും, എന്തായിരുന്നാലും ഈ കുഞ്ഞിനെ ഇനി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹഞ്ജു ആണെങ്കിൽ ഇപ്പോൾ ഈ ഏറയിലുള്ള ലിയോങ് ഇല്ലേ അവനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമല്ലായിരുന്നോ. ഇവനെ കണ്ടിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നേ കറക്റ്റായിട്ട് നമ്മുടെ ഈ ലിയോങ് ആണെങ്കിൽ ഇവളെ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, ഞാൻ ഇത്രയും കാലം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു, ഞാൻ ഇവിടെ തനിച്ചായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹഞ്ജുവിൻ്റെ മൈൻഡ് ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആവും. അവൾ വിചാരിക്കും, എന്നാലും ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്ന്. എന്നിട്ട് എന്തുവാ അവസാനം നമ്മുടെ ലിയോങ് പറഞ്ഞ് അവസാനിക്കും തന്നെ അവൻ്റെ ലവറായിട്ടുള്ള എയുമില്ലേ അവളെ പറ്റി. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹഞ്ജുവിന് ഭയങ്കര ദേഷ്യം വരും. അവളാണെങ്കിൽ അവനെ പിടിച്ച് മാറ്റും. സത്യം പറഞ്ഞാൽ ലിയോങ് നമ്മുടെ ഹഞ്ജുവിനെ കാണുന്നേ ഹഞ്ജുവിൻ്റെ പേര് വിളിക്കാനായിട്ട് വരുന്നേ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഹഞ്ജു ആണെങ്കിൽ ഒരു ജാറെടുത്ത് ഇവൻ്റെ തലക്കിട്ട് അടിച്ചങ്ങ് കൊടുക്കും. അവസാനം ഇവനാണെങ്കിൽ ബോധം കെട്ട് വീഴും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ ഹഞ്ജുവിൻ്റെ ആ സ്ഥലമില്ലേ അവിടെയാണെങ്കിൽ ബാക്കി എല്ലാ ലേഡീസും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരുത്തിയാണല്ലോ ചെന്ന് പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തേ. അവളാണെങ്കിൽ ഈ ഇൻസിഡൻ്റൊക്കെ ഇവിടെ നടക്കാൻ നേരത്തെ അവിടെ ഇല്ലായിരുന്നു. അവസാനം ഇവൾ നടന്നു വരുന്നേ ഇവളുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള പെൺപിള്ളേർ ചോദിക്കും, നീ ഇത്രയും നേരം എവിടെ പോയേക്കുമായിരുന്നു, ഇനി നീ വല്ലോ ആണോ ഈ കുഞ്ഞ് നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇവളുടെ അടുത്ത് തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നത്. എന്നാലും ആ പെണ്ണാണെങ്കിൽ ഇത് കേൾക്കുന്നേ ഭയങ്കര ഒരു ഷോക്കായി പോവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.